നമസ്കാരം. അർബെക്സ് എക്സ്പേർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടിയുള്ളത് ജിഹാദ് ഹുസൈൻ സാറാണ്. സാറിന് ഒരു 20 വർഷത്തോളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ടൂറിസം ആൻഡ് ട്രാവൽ ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ സാർ ഗേറ്റ് വേ മലബാർ ഹോളിഡേയ്സിൻ്റെ MDയും കൂടിയാണ്. വെൽക്കം സാർ. താങ്ക് യു സോ മച്ച്. സാർ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനിലോട്ട് കിടക്കാം. സാർ, ഈ ഒരു ഓൺടർപ്രണർ എന്ന നിലയിൽ സാർ ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം? ദുർഗ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഓപ്പറേഷൻ എന്താണെന്നുള്ളത് പറയാം. ഞങ്ങളുടെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണെന്നുള്ളത് പറയാം. ഗേറ്റ് വേ മലബാർ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ടൂർ ഓപ്പറേഷൻ കമ്പനി, ഇൻബോൺ ടൂർ ഓപ്പറേഷൻ കമ്പനി, അതുപോലെ മെഡിസഫർ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ആൻഡ് വെൽനസ് ടൂറിസം ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള 2 കമ്പനി. ഈ 2 കമ്പനിയാണ് എനിക്ക് പ്രൈമറിലി ഉള്ളത്. ഞങ്ങൾ മൂന്നാമതായിട്ടൊരു മൈസിന് വേണ്ടിയിട്ട് ഇവൻറ്റ്സ്, മൈസ് എക്സിബിഷൻ, ഇതിന് വേണ്ടിയൊരു കമ്പനി രജിസ്ട്രേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 ആക്ടിവിറ്റി ആവും. ഈ ബിസിനസ്സിലെല്ലാം തന്നെ ഞങ്ങൾ മെഡിക്കൽ ആൻഡ് വെൽനസ് ആയാലും ലെഷർ ടൂറിസം ആയാലും ഞങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മാർക്കറ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസാണ്, അറബ് സ്പീക്കിംഗ് കൺട്രീസാണ്. ഈ അറബ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് ടൂറിസ്റ്റിനെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മൊണോപ്പൊളി ഞങ്ങൾക്കുണ്ട്. ഗേറ്റ് വേ മലബാറിനും മെഡിസഫറിനും ഇപ്പോഴുണ്ട്, എസ്പെഷ്യലി ടു സൗത്ത് ഇന്ത്യ, കേരള സെൻട്രിക് ആയിട്ടുള്ള ഓപ്പറേഷനിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം 20 വർഷം ക്രോസ് ചെയ്ത് 2003-04 ആ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാനും ഇതുപോലെ ഒരു IT മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ കുറേ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായി വന്നതുകൊണ്ട് ഞാനൊരു മേഖലയിലേക്ക് എത്തിയ. ഞാൻ പഠിച്ചതോ ഫോക്കസ് ചെയ്തോ ഒന്നും തന്നെ ഒരു ടൂറിസം ആയിരുന്നില്ല. എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ ഫാദറൊക്കെ നന്നായി ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ ട്രാവലൊക്കെ കണ്ട് ശീലിച്ച ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ 23 വയസ്സാകുമ്പോഴത്തേക്കിന് ഒരു 10 കൺട്രീസിൽ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പ്രീ ഡിഗ്രി സ്പെഷ്യൽ ഓപ്ഷണൽ അറബിക് എന്ന് പറഞ്ഞൊരു കോഴ്സിന് പഠിച്ചു. അപ്പോൾ ഒരു അറബിക് ലാംഗ്വേജിൻ്റെ ഒരു ബേസ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും അറബ് ടൂറിസ്റ്റിനെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിഷ്യൽ സ്റ്റേജൊക്കെ സ്ട്രഗ്ലിംഗ് പീരീഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2008-09 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ഫ്ലറിഷായി. അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി. ബാക്കി നമുക്ക് സംസാരത്തിൽ ഓരോന്നോരോന്നായിട്ട് വരാം. താങ്ക് യു സാർ. ഗേറ്റ് വേ മലബാർ ഹോളിഡേ എന്നുള്ള ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനായിട്ട് താങ്കൾക്ക് വേണ്ടി വന്ന സ്കില്ലുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഒത്തിരി ഘടകങ്ങൾ വേണം ഒരു ടൂർ ഓപ്പറേഷൻ കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ഫോറിൻ ഇൻബോൺ ചെയ്യുന്നൊരു കമ്പനിക്ക്. അതും ഞങ്ങളുടെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് അറബ് ടൂറിസ്റ്റിനെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്കിൽസ് നിങ്ങൾക്ക് വേണ്ടതുണ്ട്. ഞാനിപ്പോൾ ബേസിക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതിന് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. അതുകൊണ്ടൊരു അഡീഷണൽ ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ് അല്ലാത്ത ഏതെങ്കിലും ഒരു അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും അത് ലീഡ് ചെയ്യാനും ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് പറ്റും. ആ നിലയ്ക്ക് എൻ്റെ എക്സ്ട്രാ അറബിക് ലാംഗ്വേജ് എന്നുള്ള ആ ലാംഗ്വേജ് എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ കോൾ സെൻറ്ററിൽ ബാക്കെൻഡിൽ അറബിക് സ്പീക്കിംഗ് അറബ് സിറ്റിസൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജിലാണ്. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലെല്ലാം തന്നെ നമ്മുടെ കമ്പനി അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ആ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷന് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ 2 ഘടകമാണ് അടിസ്ഥാനപരമായിട്ട് ഉള്ളത്. മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് പറയാം. താങ്ക് യു. സാറിൻ്റെ കരിയറിൽ എങ്ങനെയാണ് ഈ റിസ്ക് സാറ് ഹാൻഡിൽ ചെയ്തത്? കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് സാറിന് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ സാർ എങ്ങനെയാണ് തരണം ചെയ്തത്? നമ്മുടെ ടൂർ ഓപ്പറേഷനിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി മസ്റ്റാണ്. കാരണം ഒത്തിരി ലാസ്റ്റ് മൂമെൻറ്റ് സിനാരിയോസ് ഉണ്ടാവും. അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഫോറിൻ ടൂറിസ്റ്റിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ടീമിനെ ലീഡ് ചെയ്യുന്ന ആൾ പ്രത്യേകിച്ച് ഇത് എനിക്കുണ്ട്. ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അത് ഞാൻ എൻ്റെ ടീമിലേക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അതാണ് അടിസ്ഥാനപരമായിട്ട് എനിക്കുള്ളത്. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ്, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്, നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ്, അതൊക്കെ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുക ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയാണ്. ഫസ്റ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്യും, ലാസ്റ്റ് ആയിരിക്കും അത് റിക്കവർ ചെയ്യുക. ആദ്യം ക്ലോസ് ചെയ്യുന്നത് എയർപോർട്ടായിരിക്കും. പിന്നെ നമ്മൾ കണ്ടു അത് കോവിഡ് ടൈമിലൊക്കെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്
ഏറ്റവും അവസാനമായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അങ്ങ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമുക്ക് ടീമിനെ എൻകറേജ് ചെയ്ത് അവർക്ക് പോസിറ്റീവ് എനർജി പാസ് ഓൺ ചെയ്ത് അതിനെ കൊണ്ടുപോകുന്ന, അത് ലീഡ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതൊക്കെ കുറേയൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഒരു കോഴ്സൊന്നും ചെയ്തിട്ട് വരേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഏതൊരു സ്ഥാപനത്തിലും ഒരു ലീഡർഷിപ്പുള്ള ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞ് സ്ലോലി യങ്സ്റ്റേഴ്സ്, നിങ്ങളൊരു അക്കാഡമിയാണ്, പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് സ്ലോലി അതിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ സാർ. ഹോസ്പിറ്റാലിറ്റി സർവീസ് മേഖലയിൽ ഒരു ഫ്രഷർ ജോയിൻ ചെയ്യുമ്പോൾ ആൾക്ക് വേണ്ട കോർ സ്കിൽസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന അതിന് സ്കില്ലെന്നാണ് എന്താണെന്ന് പറയുമ്പോൾ ആൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതേപോലെ അഡാപ്റ്റബിൾ ആയിരിക്കണം. സമയം, സാഹചര്യം, സ്ഥലം, ഇതൊന്നും ഒരാളെ ബാധിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾക്ക് ഇന്നിപ്പോൾ മൂന്നാറിലാണ് ജോലി കിട്ടുന്നത്, ഒരു ഫ്രഷർ, മൂന്നാർ ഹിൽ സ്റ്റേഷന്, തണുപ്പായിരിക്കും, എനിക്ക് ക്ലൈമറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ പറ്റില്ല. ടൂർ ഓപ്പറേഷനുള്ള ഒരാളാണെങ്കിൽ ഇന്ന് നമ്മൾ കൊച്ചി ഓഫീസിലാണെങ്കിൽ നാളെ നമ്മൾ ഡൽഹി ഓഫീസിലേക്കാക്കി പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അറൈവൽ ഡൽഹിയിലുണ്ടെങ്കിൽ ഹാസ് ടു ട്രാവൽ ടു ഡൽഹി എയർപോർട്ട്. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് പ്രശ്നം വന്നു. അപ്പോൾ ആൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇമോഷണലി സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ മസ്റ്റാണ്. പിന്നെ ടീം വർക്കറായിരിക്കണം. ഇതെല്ലാം ഒരു ടീമിനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് ഞാനൊരു ടൂർ ഓപ്പറേറ്ററാണ്, ഞാൻ മൊത്തം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡ്രൈവേഴ്സിനായിട്ടുള്ള കോർഡിനേഷൻ, റിസർവേഷൻ കോർഡിനേഷൻ, ഹോട്ടലേഴ്സിനായിട്ടുള്ള ആക്ടിവിറ്റി കോർഡിനേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് ഒരു സക്സസ്ഫുൾ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ കോറിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓഫ് കോഴ്സ് ലാംഗ്വേജ് സ്കിൽസ്. സാർ, താങ്ക് യു. സാറിൻ്റെ ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഈ ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടാവും, ചീത്ത രീതിയിലും ഉണ്ടാവും. സോ അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുക? ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ മേക്ക് അതേഴ്സ് ഹാപ്പി ആണ്. അപ്പോൾ അതിൽ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ഘടകം ഏത് സമയത്തും സംഭവിക്കാം, എസ്പെഷ്യലി ടൂർ ഓപ്പറേഷൻ. ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു പീക്ക് ടൂറിസം സീസണാണെന്ന് കരുതുക. ഞങ്ങളുടെ ഒരു പീക്ക് ടൂറിസം സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ്സ് എല്ലാം ഏർലി മോർണിംഗ് അറൈവലായിരിക്കും. 2 മണി, 3 മണി, 4 മണി, നല്ല തണുപ്പുള്ള മോർണിംഗ് ടൈമിൽ അറൈവലായ ഒരു ഗ്രൂപ്പ്. ചില സമയത്ത് നമുക്ക് ഈ 25 ഫാമിലീസ്, 30 ഫാമിലീസ് ഒക്കെ ഒരേ ടൈം അറൈവലുണ്ടാവും. ഇതിൽ 25 ഫാമിലീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് അറൈവൽ എന്ന് പറയുമ്പോൾ അത് 25 വെഹിക്കിൾസ് വേണം. ഈ 25 വെഹിക്കിളിൽ ഒരു വെഹിക്കിൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസ്, അതല്ലെങ്കിൽ ഒരു ട്രാഫിക് ഇഷ്യൂ, ഓൺ ടൈം റിപ്പോർട്ട് ചെയ്തില്ല, ഗസ്റ്റ് അറൈവലായി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ പോകും അതിൻ്റെ ഇഷ്യൂസ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് ഫീഡ്ബാക്കും റിവ്യൂസൊക്കെ എഴുതാൻ പറ്റിയ സമയമാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് അവരെ ലിസൺ ചെയ്യാൻ, കേൾക്കാൻ തയ്യാറാവുക. അവർക്ക് എന്താ സംഭവിച്ചത്, എൻ്റെ കമ്പനിയിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ സംഭവിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ലിസൺ ചെയ്യുക, കേൾക്കുക, അഡ്മിറ്റ് ചെയ്യുക, ഓൺ ചെയ്യുക. ആ പ്രശ്നം നമ്മൾ ഓൺ ചെയ്യുക. ഇപ്പോൾ കമ്പനി മാനേജറോ ഓണർ വേണമെങ്കിൽ പോലും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതിനൊരു സൊല്യൂഷൻ, അവർക്ക് അതിന് കോമ്പൻസേഷൻ സൊല്യൂഷൻ ചെയ്തിട്ട് അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ആ ഒരു ഘട്ടം അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു 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 സിറ്റുവേഷൻ അങ്ങനെയാണ് മാനേജ് ചെയ്യുക എപ്പോഴും. ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു യുവ പ്രൊഫഷണൽ ഫേസ് ചെയ്ത് വരുന്ന ഈ ഒരു വർക്കിംഗ് അവേഴ്സും അതേപോലെ തന്നെ ടൈറ്റ് ഷെഡ്യൂൾസും എങ്ങനെയാണ് ആൾ മാനേജ് ചെയ്യാൻ പറ്റുക? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. എനിക്കതിൽ പറയാനുള്ളത്, കുറേ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടി വരും ഇതിലേക്ക് വരുമ്പോൾ. ഫ്രണ്ട്ഷിപ്പ്, സർക്കിൾസ്, കുറേ റിലേഷൻഷിപ്സ്. നമ്മളൊരു സീരിയസ് ജോബിൽ എൻ്റർ ചെയ്തു എന്നുള്ളത് അത് ജോയിൻ ചെയ്യുന്ന അന്ന് ഒരു പുതിയൊരു ബോധം ഉണ്ടാവണം. 100% കട്ട് ഓഫ് ചെയ്യാനല്ല പറഞ്ഞത്, കുറച്ച് റിസ്ട്രിക്ഷൻസ് വെക്കണം. ടൈം മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് എത്തണം. അതിനവർ നേരത്തെ ഉറങ്ങണം, രാത്രി മുഴുവൻ
ഉറക്കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് വന്നാൽ ഓഫീസിൽ വർക്ക് നടക്കില്ല. അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ പുതിയ ജനറേഷൻ നമ്മൾ പഠിപ്പിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ അവർ കോൺഷ്യസ് ആണ് അതിനെക്കുറിച്ച്. നമുക്ക് അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ സൊസൈറ്റിയിൽ തന്നെ കാണുന്നുണ്ട്. ഇത്രയാണ് പുതിയ ആളുകൾ ജോബിലേക്ക് വരുമ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത്.